ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരൊറ്റ ബുദ്ധിമോശം ഇന്ന് അമേരിക്കയെ ലോക ഭൂപടത്തിൽ ഒന്നുമല്ലാതാക്കി തീർത്തിരിക്കുക. ഇന്ന് നടന്ന സംഭവം ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, ഹോർമൂസ് ഞങ്ങൾ പിടിച്ചടക്കി, ഞങ്ങളാണ് ഇനി ഹോർമൂസ് കൈകാര്യം ചെയ്യുന്നത്. നടക്കില്ല, ഇറാൻ പറഞ്ഞ് പറ്റില്ല, ഇങ്ങോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ പണി വാങ്ങും. അങ്ങനെ രണ്ട് കപ്പൽ അങ്ങോട്ട് പോയി, ഹോർമൂസ് ഞങ്ങൾ കടന്നു പോകാൻ പറഞ്ഞു. ഇറാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ വിവരം അറിയും, വേഗം വണ്ടി വിട്ടോ. ഒന്നും ആലോചിച്ചില്ല, രണ്ട് കപ്പലിന് ജെറാൾഡിനും എബ്രഹാം ലിങ്കനും പറ്റിയിട്ടുള്ള ആ പറ്റുണ്ടല്ലോ, അത് പിന്നെ കണ്ടിട്ടില്ല, പിന്നെ ചിത്രത്തിലില്ല ഇതുവരെ. പിന്നെ ആ രണ്ട് കപ്പലുകളെ കുറിച്ച് മിണ്ടണേ ഇല്ല. ഇറാൻ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്നറിയാവുന്ന അമേരിക്ക ആ രണ്ട് കപ്പലെ തിരിച്ചു വിളിച്ചുകൊണ്ടുപോയി. അവിടെ നിന്ന് പോയി, ഹോർമൂസ് കടക്കാൻ നിന്നില്ല. വലിയ തിണ്ടുമുടുക്കൂടെ വന്നതാണ്. ഇറാൻ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്നു കരുതി, നടന്നില്ല. എന്നാൽ അതേ അമേരിക്ക ഹോർമൂസിൽ തങ്ങളുടെ കളി നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ലോകരാജ്യങ്ങളുടെ മറ്റ് കപ്പലുകളെ മുഴുവൻ, അതായത് ഇറാൻ അനുമതിയോടെ പറഞ്ഞുവിടുന്ന കപ്പലുകളുണ്ടല്ലോ, പ്രധാനമായിട്ട് ചൈനയുടെ കപ്പലുകൾ, ഇന്ത്യയുടെ കപ്പലുകൾ, അങ്ങനെയുള്ള കപ്പലുകൾ, അത്തരം കപ്പലുകളെ യാതൊരു സുരക്ഷയും അതിനുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ, ആ പറച്ചിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഹോർമൂസ് കടന്ന് ഞങ്ങളുടെ, അതായത് അമേരിക്കയുടെ ട്രംപിന്റെ അനുമതി ഇല്ലാതെ കടന്നു പോരാണത്, എണ്ണയും കൊണ്ട് പോരാണെങ്കിൽ ഞങ്ങൾ അതിനെ തകർക്കും എന്നാ പറയുന്നത്. അതായത് ഇറാനോട് പിടിച്ചു നിൽക്കാൻ ട്രംപിന് കഴിയുന്നില്ല. കഴിയാത്തത് കൊണ്ട് ട്രംപ് ഇപ്പോൾ എടുത്തിട്ടുള്ള നയം അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് പറയുന്നത് പോലെ നാട്ടുകാരന്റെ നെഞ്ചത്തേക്ക് കയറാം എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ഇതിനിടയിലാണ് ട്രംപിനെ ഒന്നുമല്ലാതാക്കി നാണം കെടുത്തി നാറാണക്കല്ല് ഇളക്കിയിട്ടുണ്ട് ചൈനീസ് കപ്പൽ ഒരൊറ്റ പോക്ക്. ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ള സകല ഉപരോധങ്ങൾ, ഏർപ്പെടുത്തിയ എന്താ, ട്രംപ് ഉപരോധിക്കുന്നു എന്ന് പറഞ്ഞു, ആ ഉപരോധത്തെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പോടാ പുല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കപ്പല്, ചൈനീസ് കപ്പല് എണ്ണയും കൊണ്ടുപോയത്. ഇതോടുകൂടി ഇപ്പൊ എന്താ സംഭവിച്ചു? ഈ ലോകക്രമത്തിൽ അമേരിക്ക ഒന്നുമല്ലാതായി. ഇത്രയും കാലം അമേരിക്ക ആയിരുന്നു കാര്യങ്ങൾ, അമേരിക്കൻ ഡോളറായിരുന്നു കാര്യങ്ങൾ. അതായത് അമേരിക്ക ലോകത്തെ ഏറ്റവും പവർഫുള്ളായ രാജ്യം, ലോക പോലീസ് ആയിട്ടുള്ള രാജ്യം, അങ്ങനെയൊക്കെയാണ് അറിഞ്ഞിരുന്നത്. പക്ഷെ അമേരിക്കയെ ആരും വകവെക്കുന്നില്ല. ഇപ്പോ നാറ്റോ സഖ്യങ്ങൾ, അവരുടെ സഖ്യരാജ്യങ്ങൾ തന്നെ ഒരക്ഷരം വേണ്ടില്ല. ഇനി തുമ്മിയാൽ കൂടി ഒപ്പം തുമ്മുന്ന ബ്രിട്ടനും ഫ്രാൻസും, ആ രണ്ട് രാജ്യങ്ങളെ കാല് പിടിച്ച് ട്രംപ് പറഞ്ഞു നിങ്ങളും കൂടെ ഞങ്ങളോട് ഒന്ന് അടിക്ക്. അനങ്ങിയില്ല. അതായത് ലോകത്ത് ട്രംപ്, അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു ലോകത്തെ വിരൽത്തുമ്പിൽ നിർത്തി കറക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. അതിനൊരു കാരണമുണ്ട്. വെനിസ്വല എണ്ണ ഉൽപാദന രാജ്യമാണെന്ന് അറിയാലോ. ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ കടന്നു കയറി ഒരു പാവപ്പെട്ട രാജ്യം, വലിയ സൈനിക ശേഷിയൊന്നും ഇല്ലാത്ത ഒരു ചെറിയ രാജ്യം, മര്യാദ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ ഒന്നും ചെയ്യാൻ പോകില്ല. ഇത് കൊള്ളക്കാരനല്ലേ, കൊലപാതകയും കൊള്ളക്കാരനുമായിട്ടുള്ള ട്രംപ് മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കയറി അവരെ ഭരണാധികാരികളെ കൊന്ന് അവിടുത്തെ സമ്പത്ത് എടുത്തുകൊണ്ട് വരുന്നതിനെ കൊള്ളക്കാരനും കൊലപാതകം എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊന്നും വിളിക്കാൻ എനിക്കൊന്നും പറ്റൂല. ഞാൻ അങ്ങനെ തന്നെ വിളിക്കുന്നുള്ളൂ, കൊള്ളക്കാരനും കൊലപാതകയാണ്. അവിടെ നടത്തിയിട്ടുള്ള കൊള്ളയും കൊലപാതകവും ആ പിടിച്ചുപറിയും അതെല്ലാം ഇറാനിലും നടത്തിക്കളയാം എന്ന് കരുതിയിട്ട് വന്നതാണ്. അതായത് ഇറാനെ കഴിഞ്ഞ 10-40 വർഷമായിട്ട് അമേരിക്കയും അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളും മറ്റെല്ലാ രാജ്യങ്ങളോട് ചേർന്നിട്ട് ഉപരോധത്തിൽ ഇട്ടേക്കുക. സാധാരണ ഉപരോധത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് യാതൊരു വിധത്തിലുള്ള വളർച്ച ഉണ്ടാവില്ല. മറ്റ് രാജ്യങ്ങളോട്, പ്രത്യേകിച്ച് അമേരിക്കയോട് പറയും ഞങ്ങൾ മേലുള്ള ഉപരോധം നീക്കൂ, ഞങ്ങൾ സന്ധി ചെയ്യാം, കരാറുകൾ എഴുതാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ആ ഉപരോധം നീക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇറാൻ അതല്ല ചെയ്തത്. ഇറാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസവും ബോധവുമുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്, കഴിവുള്ള ഒരു വിഭാഗത്തെ. ആ ജനം ഇറാന് വേണ്ടി പണിയെടുക്കും. ഒരു വലിയ അണ്ടകടാഹം പോലുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ആ രാജ്യത്തിന്റെ ഒരു മൂലയ്ക്കിരിക്കാൻ പോലും ഇല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. നിങ്ങൾ ആ ഭൂപടമെടുത്തൊന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ആ ഇസ്രായേലും ഇറാനും കൂടി അടിക്കാൻ തുടങ്ങിയിട്ട് ഇറാനെ ഇങ്ങോട്ട് വരുന്നത് പോലെ തിരിച്ചു കൊടുത്തുകൊണ്ട് ഇസ്രായേലിനെ പരിക്കേൽപ്പിച്ചു എന്നല്ലാതെ അധികം ഇസ്രായേലിനെ അടിച്ചിട്ടില്ല. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ബാക്കി ഉണ്ടാവില്ല. എന്നാൽ അത് അമേരിക്ക കണ്ടുപിടിക്കണ്ടേ. ഇറാന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ ആ വരുന്ന ചെറിയ ഡ്രോണുകളും ആ ചെറിയ മിസൈലുകളും മാത്രമാണ്. നമുക്ക് കയറിയും അടിച്ചു കളയാം എന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇറാൻ അവരുടെ ഫ്ലൈറ്റ് വെടിവെച്ചിട്ടത്. വെടിവെച്ചിട്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ആത്മാഭിമാനമാണ് വെടിവെച്ചിട്ടത്. ഇപ്പോ അതിനേക്കാളും ആത്മാഭിമാനം 10-20 എണ്ണത്തിൽ വേറെ കൂടെ ഒന്ന് ട്രൈറ്റൻ കൂടെ വെടിവെച്ചിട്ടായിരുന്നു. ഏതായാലും ആ വെടിവെച്ച് നിലത്ത് വീണ പൈലറ്റിനെ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വിമാനവും മറ്റു കെടുപിടികളുമായി വന്ന സമയത്ത് ഒരു 10-12 ഫ്ലൈറ്റുകൾ അന്നും പോയി.
ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. ബില്യൺ കണക്കിന് നഷ്ടം അവർക്ക് സംഭവിച്ചു. ആ നഷ്ടം ഇനി ഒരിക്കലും നികത്താൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ ട്രംപാണ് എന്നാൽ പിന്നെ ആത്മാഭിമാനമെങ്കിലും വീണ്ടെടുത്ത് വായ കൊണ്ട് കുറച്ച് ഡയലോഗ് അടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യുദ്ധം വിജയിച്ചിരിക്കുന്നു. അത് യുദ്ധം തുടങ്ങിയിട്ട് 4 ദിവസം മുതൽ പറയുന്നുണ്ട്, ഞങ്ങൾ യുദ്ധം ജയിച്ചു, ഹോർമൂസ് ഞങ്ങൾ പിടിച്ചെടുത്തു എന്നൊക്കെ. പക്ഷെ അവസാനം ലോകരാജ്യങ്ങളുടെ മേൽ വെല്ലുവിളിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക തികച്ചും ഒറ്റപ്പെടാൻ പോവുകയാണ്. ഇറാനെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കി ഇറാന്റെ എണ്ണ വെനിസുലയിൽ നിന്ന് കട്ടെടുത്തതുപോലെ മുഴുവൻ കട്ടെടുത്ത് ആ എണ്ണ വ്യാപാരം ലക്ഷ്യമിട്ട് ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ അവസാനം ഹോർമൂസിലൂടെ എണ്ണ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ട്രംപ് നടത്തിയിട്ടുള്ള ഉപരോധം. ആ ഉപരോധം ഇപ്പോൾ വെറും കടലാസ് പുലിയായി മാറി അദ്ദേഹത്തിന്റെ ആക്രോശങ്ങൾ എന്നാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ട്രംപിന്റെ അന്ത്യശാസനത്തെ വകവയ്ക്കാതെ ചൈനീസ് കപ്പൽ ഹോർമൂസ് കടന്ന് സ്വന്തം ഇഷ്ടപ്രകാരം നിനക്ക് കാണിക്കാൻ പറ്റുന്നത് നീ കാണിച്ചോ എന്ന് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നുപോയപ്പോ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ലോക ഒരു ശക്തിയല്ല എന്നും ഈ ലോകത്തെ ഭരിക്കാൻ അവർക്കൊരു ചുണ്ണാമ്പിനും സാധിക്കില്ല എന്നും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ 4 മിസൈലുകളുടെ മുന്നിൽ അടിപതറിപ്പോയ ഒരു രാജ്യമാണെന്നും അതുകൊണ്ട് ലോക പോലീസ് അല്ലെങ്കിൽ ലോക ശക്തി എന്നൊക്കെ പറഞ്ഞ് നീ അമേരിക്കയും ട്രംപിനെയും താങ്ങേണ്ട ആവശ്യമില്ല എന്ന് ലോകത്തെ മറ്റ് രാജ്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി സംഭവിക്കാനുള്ള സാധ്യത അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ താവളങ്ങൾ, ആ താവളങ്ങൾ അവിടെ സ്ഥാപിച്ചത് അമേരിക്കയ്ക്ക് മഞ്ഞയ്ക്ക് കളവറിക്കാനൊന്നും അല്ലല്ലോ. ആ രാജ്യങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന അമേരിക്കയുടെ ഉറപ്പ്, ആ ഉറപ്പ് മേൽ, കാരണം അവർക്ക് സ്വന്തമായി സൈന്യമോ ഈ പറഞ്ഞ പോലെ വലിയ സൈന്യ സന്നാഹങ്ങളൊന്നുമില്ല. അതിന് തക്കവണ്ണം ഒരു ആളും ആരവുമുള്ള രാജ്യങ്ങളല്ല ആ രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ഞങ്ങൾ സംരക്ഷിച്ചോളാമെന്ന വാക്കൊക്കെ കൊടുത്തുകൊണ്ട് അമേരിക്കന്റെ താവളങ്ങൾ അവിടെ വെക്കുമ്പോൾ ആ താവളങ്ങളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത അമേരിക്കയ്ക്ക്, അതായത് ഖത്തർ, സൗദി, UAE അടക്കമുള്ള സ്ഥലങ്ങളിൽ അമേരിക്ക സ്ഥാപിച്ചിട്ടുള്ള താവളങ്ങൾ, ആ താവളങ്ങളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഇപ്പോ ഇറാന്റെ മിസൈലുകൾ ഖത്തറിലേക്കും അതുപോലെ UAEയിലേക്കും ഒക്കെ ചെന്നപ്പോൾ അപ്പോഴും അമേരിക്കയുടെ സഹായം വന്നില്ല. അങ്ങനെ യാതൊരുവിധ സഹായങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് അമേരിക്കയുടെ സഹായം ഇനി ഗൾഫ് രാജ്യങ്ങൾക്ക്? അതാണ് ചോദിക്കുന്നത്. അവിടുത്തെ ഒരു വൻശക്തിയായിട്ടുള്ള ഇറാൻ, അപ്പോൾ ഇറാനും അറബ് രാജ്യങ്ങളും ചൈനയും എല്ലാം ചേർന്നിട്ട് മറ്റൊരു ലോകക്രമം ഉണ്ടായി വന്നാലുള്ള അവസ്ഥ എന്താ? അതിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം യുദ്ധത്തിലൂടെ ലോകത്തെ ഭയപ്പെടുത്തി തന്റെ കാൽക്കീഴിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ കാൽക്കീഴിൽ നിർത്താമെന്നുള്ള ഒരു വ്യാമോഹം, അതിനെ ചവറ്റുകുട്ടയിലിട്ടേക്കണം. പുല്ലിന്റെ വില പോലും ആരും കൊടുക്കുന്നില്ല. ഇപ്പോൾ ട്രംപ് എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ തമാശയാണ്. മണിക്കൂറുകളുടെ ആയുസ് പോലും ആ ആയുസില്ല. അതുകൊണ്ട് ആ വിടുവായത്വം അടുത്തത് എന്താന്ന് വരുന്നത് നോക്കട്ടെ എന്ന് കളിയാക്കി സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ ട്രംപിനെ ട്രോളാൻ മാത്രമേ ലോകത്തെ ഭരണാധികാരികൾക്കും മാധ്യമങ്ങൾക്കും ഇപ്പൊ സമയമുള്ളൂ. ഏതായാലും മറ്റ് രാജ്യങ്ങളുടെ, ഇത് 2026 മറ്റ് രാജ്യങ്ങളുടെ നിലപാടും അവരുടെ രാജ്യത്തിന്റെ അന്തസ്സും അവരുടെ ഭരണക്രമവും സാമ്പത്തിക ക്രമവും ഒന്നും പരിഗണിക്കാതെ തന്നിഷ്ടം പ്രാപിച്ച് ഇറങ്ങിയിട്ടുള്ള ട്രംപ് അമേരിക്ക പതനം ഇവിടെ തുടങ്ങുകയാണ്. അതായത് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞു കേൾക്കൂലേ, ഇവിടെ സ്വയം തകർന്ന് ഈ ലോകത്ത് ഒന്നുമല്ലാതായി തീരാൻ ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ വിത്ത് വിതച്ചു. ഏകദേശം അത് കൊയ്യാറയായി. ഇനി ലോകത്തെ മറ്റ് രാജ്യങ്ങൾ അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കും. അമേരിക്കയ്ക്ക് അവരുടെ മേൽ ഒരു തരത്തിലും സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. Different angles. Don't forget to subscribe and support this channel.